മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ച് തന്നെയാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നത്. വിഷയം ഇപ്പോൾ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളല്ല ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ. ഷഫീദ്, പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ വിവാദമാക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് CPIMന്റെ പ്രതിരോധം? ഷഫീദ്. ഉന്മേഷ, മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ CPIMന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. യാത്ര നടത്തണമെങ്കിൽ നിരവധി കടമ്പകൾ മുഖ്യമന്ത്രിക്ക് കടക്കണം. കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. അതിപ്പോൾ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്ന് CPIM വിലയിരുത്തുന്നുണ്ട്. കൂടാതെ ജൂൺ 4 വരെ നയപരമായ തീരുമാനമെടുക്കാനാവില്ല. വിദേശകാര്യ സഹമന്ത്രി അടക്കം കള്ളപ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് നേതൃത്വം നൽകി. ഇവരോടൊക്കെ സഹതാപം മാത്രമാണുള്ളതെന്നും ഇന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ കാര്യങ്ങൾക്ക് മറുപടിയും നൽകുന്നുണ്ട്. കേരളം അപകടകരമായ സാഹചര്യത്തിൽ പോയപ്പോഴൊക്കെ BJPയുടെ കേരള വിരുദ്ധ നിലപാടിനൊപ്പമായിരുന്നു UDF. ആ UDF ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നതിനെ ഈ വിധത്തിൽ വ്യാജപ്രചരണങ്ങളോട് അപകീർത്തിപ്പെടുത്തുന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി CPIMന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് പോലും അറിയാതെ കോൺഗ്രസ് നേതാക്കൾ മുങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചിലവുൾപ്പെടെ സകലതും പാർട്ടിയെ മുൻകൂർ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ച് തന്നെയാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നത് എന്നുള്ള ആ ഒരു വിശദീകരണവും ഒരു ന്യായീകരണവും കൂടി CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ഈ KPCC അധ്യക്ഷനെ ഒരു പടി കൂടി കടന്ന് വിമർശിക്കുകയും ഈ വിഷയങ്ങളൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. BJPയിലേക്ക് പോകുമെന്ന ഭീഷണി ഉയർത്തിയാണ് K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതെന്നും ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തലായി പറഞ്ഞു. ശരി, ഷഫീദ് റാവത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.